all. So welcome to the class. Our science and technology second part like vandirikana. Nammal kazhinja evana antimicrobials പറഞ്ഞു നിർത്തി അല്ലേ. അപ്പോൾ antimicrobials ന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് I will reply back and എന്തെങ്കിലും പുതിയ സെഷൻസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാം. And thank you so much for the support you gave me to the last video because അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ നമ്മുടെ സയൻസ് ടെക്നോളജി എടുത്തത്. And നമ്മൾ medieval India ഒരു ലാഗ് ആക്കി വന്നിരിക്കുകയാണ്. എനിവേ medieval India വലിയ സീൻ ഇല്ല കാരണം ഡൽഹി സുൽത്താനേറ്റ് എത്തി. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൽ നമ്മൾ മാക്സിമം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പേര് ചോദിക്കാറുള്ളൂ. മറ്റേ ഏരിയ ആണ് ആക്ച്വലി അധികം ആരും പഠിപ്പിക്കാത്ത ഏരിയ. നമ്മൾ യൂട്യൂബ് ക്ലാസ് നോക്കുകയാണെങ്കിലും ചോള, പല്ലവ, ഗുർജാര, പ്രതിഹാര അതുപോലത്തെ എംപയറിനെ പറ്റി നമുക്ക് ക്ലാസ്സസ് വളരെ കുറവാണ്. ബിക്കോസ് ഒത്തന്റിക് ആയിട്ടുള്ള ക്വാളിറ്റി ക്ലാസ്സസ് കുറവാണ്. അപ്പൊ ഞാൻ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വാളിറ്റി ക്ലാസ് കിട്ടാത്ത ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്ത് ചെയ്യുന്നതാണ് for you guys, okay? Especially for my free students because I know how hard the situation is and how hard the situation has put us into because ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു വലിയൊരു സിലബസ് തന്നെ നമ്മളെ തള്ളിയിട്ടിരിക്കുകയാണ് PSC അല്ലെ. But we have to emerge stronger and we have to be stronger, okay? അപ്പൊ നമ്മൾ ഇന്ന് സെഷൻ തുടങ്ങുന്നതായിട്ട് നമുക്കൊരു കുഞ്ഞു സ്റ്റോറി കേൾക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന സയൻസ് ഫെനാറ്റിക്സ് എനിക്ക് അറിയാവുന്ന അമേസിംഗ് ആയിട്ടൊരു കുട്ടി സ്റ്റോറിയാണ്. നിങ്ങൾക്ക് അത് കേട്ടോക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പുള്ളിക്കാരൻ ആണ് ശരിക്കും നമ്മുടെ എന്താ പറയാ മെഡിസിൻ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ മെഡിക്കൽ ഫീൽഡിന് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു വ്യത്യാസം വരുത്തിയ ഒരു കണ്ടുപിടിച്ചത്. അപ്പൊ ആ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം ഹി വാസ് എ സയന്റിസ്റ്റ്, ഹി വാസ് എ മെഡിക്കൽ സയന്റിസ്റ്റ്, മെഡിക്കൽ ബോട്ടണി പഠിച്ചിരുന്ന ആളാണ്. ആൻഡ് ഹി വാസ് ലൈക്ക് ഒരു ദിവസം ഇങ്ങനെ പെട്രി ഡിഷ് അറിയാലോ, പെട്രി ഡിഷ് ഇങ്ങനെ പുള്ളി ഭയങ്കര മടിയാണ്, ബേസിക്കലി ലേസിയാണ്, നമ്മളെ പോലെയൊക്കെ ഭയങ്കര ലേസിയാണ്. അപ്പോൾ പുള്ളി എന്തെന്ന് വെച്ചാല് പെട്രി ഡിഷ് കഴിവാൻ മറന്നുപോയതോ അതോ കഴിവാൻ മടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയതോ ആണ്. എനിവേ രണ്ട് കേസായാലും അതുകൊണ്ട് അങ്ങനെ മടിച്ചിട്ട് മറന്നുപോയത് കൊണ്ട് ആണ് നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ആണ് അല്ലെ. ബിക്കോസ് ആന്റിബയോട്ടിക്സ് ഇസ് ദി സ്ട്രോങ്ങസ്റ്റ്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചതിന്റെ പിന്നിലെ കഥയാണ്. പെട്രി ഡിഷ് എന്ത് ചെയ്തു, കഴിവാതെ പുള്ളി ഇട്ടിരുന്നു. അപ്പൊ പുള്ളി തിരിച്ചിങ്ങനെ വന്ന് നോക്കിയപ്പോ പെട്രി ഡിഷിന്റെ ഒരു ഭാഗത്ത് ബാക്ടീരിയാണ് പുള്ളി എന്തുകൊണ്ടിരുന്നത്, അയാള് സ്റ്റഡി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ബാക്ടീരിയ ഒരു ഭാഗം ഇങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ ഫുൾ നശിച്ചു പോയി. അപ്പോ ഹി വാസ് തിങ്കിങ് ലൈക്ക് ഇതെങ്ങനെ നശിച്ചു പോയി, ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. ഓക്കെ, അപ്പോഴാണ് പുള്ളി ഇങ്ങനെ പെനിൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത്. സോ അലക്സാണ്ടർ ഫ്ലെമിംഗിന്റെ ആന്റിബയോട്ടിക്സ് ആയ പെനിൻസിലിൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഡ്രമാറ്റിക് ആയിട്ട് മെഡിസിൻ ഫീൽഡിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന ആന്റി മൈക്രോബിയലാണ്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന സംഭവമാണ് ഈ ആന്റിബയോട്ടിക്സ് കേട്ടോ. അപ്പൊ ആന്റി മൈക്രോബിയൽ നമ്മൾ വരുന്നത് ആന്റി മൈക്രോബിയൽ എന്താണ് ചെയ്യുന്നത്, ഒന്നിയിൽ അവര് മൈക്രോബ്സ് ആയ ഫംഗൈ, വൈറസ്, ബാക്ടീരിയ ഇതിനെയൊക്കെ ഒന്നിയിൽ അതിനെ കില്ല് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഒന്നിയിൽ കിൽ ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പം ഇൻഹിബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തും. മനസ്സിലായില്ലേ? ഒന്നുകിൽ അതിനെ നശിപ്പിക്കും ഇല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതാണ് ആന്റി മൈക്രോബിയൽസ്. അപ്പൊ ആന്റി മൈക്രോബിയൽസ് പല തരമുണ്ട്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സൾഫർ ഡ്രഗ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് സൾഫർ ഡ്രഗ്സ്. സൾഫർ ഡ്രഗ്സ് എന്ന് പറയുന്നത് സൾഫ അനിലിമൈഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ മോളിക്യൂളിനുണ്ടാവുന്ന ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് നമ്മൾ ഡിഫ്തീരിയ, ഡൈസെൻട്രി ആൻഡ് ട്യൂബർകുലോസിസ് ഇതിന് മൂന്നിനും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ട്യൂബർകുലോസിസ് പലതരം ട്യൂബർകുലോസിസ് ഉണ്ട്. ട്യൂബർകുലോസിസ് XDR TB ഒക്കെ ഉണ്ട്. അത് ഞാൻ വേറെ എക്സ്ക്ലൂസീവ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ എടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും സിമ്പിൾ അല്ല ടിബിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെടുക്കും. അപ്പൊ ഈ സൾഫർ ഡ്രഗ്സ് എന്ന് പറയുന്നത് സൾഫ അനിലിമൈഡ് എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂളിൽ നിന്നുണ്ടാകുന്ന ഡ്രഗ്സ് ആണ്. വി ആർ യൂസിംഗ് ദാറ്റ് ഫോർ ഡൈസെൻട്രി, ഡിഫ്തീരിയ ആൻഡ് TB, ട്യൂബർകുലോസിസ്. ഓക്കെ, ക്ഷയ, ട്യൂബർകുലോസിസ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇനി നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച സാധനമാണ്. അപ്പോൾ ഈ ശത്രുവിന്റെ ശത്രു ആക്ച്വലി നമുക്ക് മിത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്ടീരിയയുടെ ശത്രുവാണ് വേറൊരു ബാക്ടീരിയ എങ്കിൽ ഈ ബാക്ടീരിയയെ കൊണ്ട് നമ്മൾ ഈ ബാക്ടീരിയ കൊല്ലുന്നു എന്നിട്ട് നമ്മൾ സേഫ് ആവുന്നു. ഇതാണ് ഇവിടെ കളിക്കുന്ന മെയിൻ ഗെയിം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്സിന്റെ ഒരു ടെക്നിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ആന്റിബയോട്ടിക്സ്. ബിക്കോസ് ഞാൻ ആദ്യം വായിച്ച ബുക്സിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ ഞാൻ ആദ്യമായിട്ട് വായിച്ച മലയാളം ബുക്ക് ഒന്ന് കേരള സാഹിത്യ ശാസ്ത്ര പരിഷത്തിന്റെ ഒരുപാട് സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ പറയുന്ന ബുക്കാണ്.
അതിൽ വൺ ഓഫ് ദി സ്റ്റോറി വാസ് ദിസ് ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഹാർട്ട് കോർ ഏരിയാസ്. ഓക്കെ അപ്പൊ നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിൻസുലിൻ കണ്ടുപിടിച്ചത് ഏത് വർഷമാണെന്ന് അറിയിക്കണം? 1929 ആണ്. ഓക്കെ 1929ലാണ് നമ്മുടെ പെനിൻസുലിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പിന്നെ എപ്പോഴും കേൾക്കുന്ന ആന്റിബയോട്ടിക് ആണ് അമോക്സിസിലിനും ഒന്നുണ്ട് അസിത്രോമൈസിൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ ആംപിസിലിനും അമോക്സിസിലിനും അപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ആംപിസിലിനും അമോക്സിലിനും. ഈ രണ്ടെന്ന് പറയുന്നത് പെനിൻസിലിന്റെ തന്നെ വേറെ എന്താ പറയാ ഡെറിവേറ്റീവ്സ് ആണ്. കുറച്ചുകൂടി മൈൽഡ് ഡെറിവേറ്റീവ്സ് ആണ്. പെനിൻസിലിൻ ഹൈ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന്റെ കുറച്ച് മൈൽഡ് ഡെറിവേറ്റീവ് ആണ് അമോക്സിലിനും ആംപിസിലിനും. ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത് പെനിൻസിലിൻ എന്ന് പറയുന്നത് നാരോ ബാൻഡ് ആന്റിബയോട്ടിക് ആണ്. എന്താണ്? നാരോ ബാൻഡ് ആന്റിബയോട്ടിക് ആണ്. ഓക്കെ അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആന്റി മൈക്രോബിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിനെ നശിപ്പിക്കും ഇല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സിൽ ചില ആന്റിബയോട്ടിക്സ് ബാക്ടീരിയനെ നശിപ്പിക്കും, ചില ആന്റിബയോട്ടിക്സ് ബാക്ടീരിയനെ എന്ത് ചെയ്യും? അതിന്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തും, ബ്ലോക്ക് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ കൊല്ലുന്നതിന് നമ്മൾ ആന്റിബാക്ടീരിയൽ ആണ്, ആന്റിസൈഡൽ എന്ന് പറയും. അതുപോലെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് ആന്റിസ്റ്റാറ്റിക് എന്ന് പറയും. ഓക്കെ അത് കൊല്ലുന്നതിന് ഉദാഹരണമാണ് നമ്മുടെ പെനിൻസിലിൻ, ഒഫ്ലാടോക്സിൻ, അമിനോഗ്ലൈക്കോസൈഡ്, ഒഫ്ലാക്സോ ആസിഡ്, പെനിൻസിലിൻ. ഈ മൂന്ന് സംഭവം എന്ന് പറയുന്നത് കൊല്ലുന്നതാണ്, അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ കൊല്ലാതെ അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് നിർത്തുന്നതാണ് എറിത്രോമൈസിൻ, ക്ലോറംഫെനിക്കോളും എറിത്രോമൈസിനൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ടീരിയനെ പറ്റി നിങ്ങൾ ആന്റിബയോട്ടിക്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ ഇന്ത്യയിലെ പെനിൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് പിംപ്രി ആൻഡ് രണ്ടാമത്തത് ഋഷികേശ്. ഈ പിംപ്രിയിലും ഋഷികേശിലുമാണ് ഇന്ത്യയിൽ പെനിൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സ്ഥലം. ഓക്കെ അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ആന്റിസെപ്റ്റിക്സ് ആണ്. അപ്പൊ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോ ഓർഗാനിസം നമ്മുടെ ഒരു വൂണ്ടിലോ നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്തിലോ കയറി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് ഇൻഫെക്ഷൻ കൊണ്ടുവരും. ആ ഇൻഫെക്ഷൻ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആന്റിസെപ്റ്റിക്സ് അല്ലെ. ഫ്യൂറാസിൻ നിങ്ങൾ മിക്കപ്പോഴും നിങ്ങൾ ഒരു ആന്റിബയോട്ടിക് നമ്മൾ ഈ ബീറ്റാഡിൻ അതുപോലെ മരുന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ ആ ആന്റിസെപ്റ്റിക്കിൽ കാണുന്ന ഒരു കോമ്പൗണ്ടാണ് ഫ്യൂറാസിലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ മുറിവിൽ പുരട്ടുന്ന മരുന്നാണ് കേട്ടോ. മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്, മുറിവ് സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുരട്ടുന്ന മരുന്നാണ് ആന്റിസെപ്റ്റിക്. ഓക്കെ അത് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ നമ്മൾ ആന്റിസെപ്റ്റിക് പഠിച്ചു. ആന്റിസെപ്റ്റിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ്? 99.9% ബാക്ടീരിയ നശിപ്പിക്കുന്ന ഡെറ്റോളിന്റെ പരസ്യമാണ് അല്ലെ. ആദ്യം ഡെറ്റോളാണ് ആ സംഭവം കൊണ്ടുവന്നത്, പിന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ അത് ഏറ്റെടുത്തത്. അപ്പൊ ഡെറ്റോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പൗണ്ട്. ഡെറ്റോൾ ഇറ്റ്സെൽഫ് ഇസ് എൻ ആന്റിസെപ്റ്റിക് കോമ്പൗണ്ട്. ഡെറ്റോൾ ഉള്ളത് ക്ലോറോക്സിലെനോളും ടെർപ്പിനോളും ആണ് ഡെറ്റോളിന്റെ കോമ്പൗണ്ട്. ഇതിന്റെ ചേരുമ്പോഴാണ് ഡെറ്റോൾ ഉണ്ടാവുന്നത്. ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ അറിയാവുന്നത് ബൈഥയനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഡെറ്റോളിന്റെ തന്നെ സോപ്പില്ലേ. അപ്പം ഡെറ്റോളിന്റെ സോപ്പിൽ ചിലപ്പോൾ ബൈത്തയനോളാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലായില്ലേ? ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡെറ്റോൾ തന്നെയാണ്, പക്ഷെ സോപ്പിൽ ഉപയോഗിക്കുമ്പോൾ ബൈത്തയനോളാണ്. അപ്പൊ നിങ്ങൾ സോപ്പ് വാങ്ങുമ്പോൾ ബൈത്തയനോൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ബൈത്തയനോൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ലൈഫ് ബോയിലൊക്കെ ബയോത്തയനോൾ ഉണ്ട്. ഓക്കെ ബയോത്തയനോൾ സോപ്പിൽ ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക് ആണ്. ഇനി നമ്മൾ വേറെ ആന്റിസെപ്റ്റിക് ഉപയോഗിക്കും, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ടിങ്ചർ ഓഫ് അയഡിൻ. ടിങ്ചർ ഓഫ് അയഡിനിൽ എത്ര ശതമാനം അയഡിൻ ഉണ്ട്? 2 മുതൽ 3% ഓഫ് അയഡിൻ ഇൻ ആൽക്കഹോളിൽ 2 മുതൽ 3% അയഡിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ടിങ്ചർ ഓഫ് അയഡിൻ ആയി. ഇത് വളരെ നല്ലൊരു ആന്റിസെപ്റ്റിക് ആണ്. ഓക്കെ ഇൻ കേസ് നിങ്ങൾ കാട്ടിലെങ്ങാനും ആയിപ്പോയി, ഓക്കെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ അയഡിൻ മാത്രമേ ഉള്ളൂ, അയഡിനും പിന്നെ ആൽക്കഹോളും ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുകൂടെ മിക്സ് ചെയ്യും, 2% ഇങ്ങനെ ഇളഞ്ഞെടുത്തിട്ട് അയഡിന് മിക്സ് ചെയ്തിട്ട് തേക്കും. അത് നിങ്ങൾ ഈ ആൽക്കഹോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആൽക്കഹോൾ മിക്ക ആൾക്കാരും മുറിവ് വരുമ്പോൾ ആൽക്കഹോൾ ആണ് അത് തേക്കുന്നത്. മീൻസ് ഈവൻ നമ്മുടെ സാനിറ്റൈസർ പോലും ആൽക്കഹോൾ ആണ് അല്ലെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അയഡോഫോം ചോദിക്കാറുണ്ട്. അയഡോഫോം എന്ന് പറഞ്ഞാൽ CH3 ആണ്, അതിലും അയഡിൻ തന്നെയാണുള്ളത്. അത് നമ്മുടെ വൂണ്ട് ഒക്കെ വരുമ്പോൾ നമ്മള് എന്ന് വെച്ചാൽ മുറിവ് വരുമ്പോൾ നമ്മള് കേൾക്കും അയഡോഫോം. ഓക്കെ ക്ലോറോഫോം എന്ന് പറയുന്നത് അയഡോഫോം. അതേപോലെ
ബോറിക് ആസിഡ് ഇത് ചോദിച്ചിട്ടുണ്ട്, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ബോറിക് ആസിഡ് നമ്മുടെ ഐയിലൊക്കെ ഒഴിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, ഐ ആന്റിസെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും നമ്മുടെ ഐ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. അതാണ് ബോറിക് ആസിഡ്. ബോർ ആവാതെ കണ്ണിന് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിക്കുന്നു ബോറിക് ആസിഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി നമ്മൾ വരുന്നത് ഡിസ്ഇൻഫെക്റ്റന്റ്. ഓക്കെ, ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്താലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഡിസ്ഇൻഫെക്റ്റന്റ് അങ്ങനെയല്ല. ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മുടെ ബോഡിയിൽ വീണാൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഡിസ്ഇൻഫെക്റ്റഡ് ഫ്ലോർ ക്ലീനർ നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ തറയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് നമ്മൾ തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന, നാച്ചുറലി തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഡിസ്ഇൻഫെക്റ്റന്റ്. നമ്മുടെ മെയിൻ ആയിട്ട് ഡ്രെയിനേജ്, കക്കൂസ് കഴുകാനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ഇൻഫെക്റ്റന്റ് ഫ്ലോർ ക്ലീനർ എന്ന് പറഞ്ഞാൽ പോലും ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രെയിനേജ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ അതിന്റെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. അത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും വീണാൽ നന്നായിട്ട് ബോഡിക്ക് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ഇൻഫെക്റ്റന്റ്. ലിവിഡ് ടിഷ്യൂവിന് അത് സേഫ് അല്ല. ഓക്കെ, 1% ഫീനോൾ ഉള്ളതാണെങ്കിൽ ഡിസ്ഇൻഫെക്റ്റഡ്, അത് 0.2% ഫീനോൾ ആയാൽ അത് ആന്റിസെപ്റ്റിക്. അപ്പൊ ഫീനോള് 1% ആണെങ്കിൽ അത് ഡിസ്ഇൻഫെക്റ്റഡ്, അത് 0.2% ആണെങ്കിൽ അത് എന്താണ്? ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് ആണ് കുറെ കൂടി നല്ലത്. നമ്മുടെ ബോഡിയിലൊക്കെ തേച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഡിസ്ഇൻഫെക്റ്റഡ് നമ്മുടെ ബോഡിയിൽ വീണാൽ പ്രശ്നമാണ്. അപ്പൊ 1% ഓഫ് ഫീനോൾ ഈസ് disinfectant and 0.2% of phenol is antiseptic. Okay അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത പേപ്പർ എടുത്തോട്ടെ. തെറ്റ് പഠിപ്പിക്കൽ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ കെമിസ്ട്രിയാണ്, കെമിക്കൽ നെയിംസ് ആണ്. തെറ്റ് വന്നാൽ ഞാൻ തെറ്റിച്ചാൽ നിങ്ങളും തെറ്റിക്കും. ഇതേപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഡസ് ഇറ്റ് മാറ്റർ. ഓക്കെ, അതേപോലെ 0.2 to 0.4 ppm. ഓക്കെ, ppm ഉള്ള അക്വസ് ക്ലോറിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോറിൻ വാട്ടർ എന്ന് കേട്ടില്ല. അപ്പൊ നമ്മള് ഇപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്നതാണെങ്കിൽ പൈപ്പ് വാട്ടർ ക്ലോറിൻ ആയിരിക്കും. അതിൽ വെറും 0.2 to 0.4 ppm ചേർക്കാവും. അത് കൂടുതലായ ക്ലോറിൻ കൂടുതലാവും, മനസ്സിലായില്ല? അത് വളരെ വലിയ എഫക്ട് വരും. അതായത് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ഈ ട്രിവാൻഡ്രത്ത് വന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ലോ കോളേജ് ആയിരുന്നു. അപ്പോൾ അവര് പറയുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ക്ലോറിൻ വളരെ കൂടുതലാണ്. അപ്പം അവര് ഇവിടെ വന്നതിന് ശേഷം അവരുടെ ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി, ഹെയർ ഗ്രോത്ത് കുറയാൻ തുടങ്ങി എന്നൊക്കെ പറയാം. ബിക്കോസ് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആണെങ്കിൽ പോലും ക്ലോറിൻ കൂടുതലൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ ഇഷ്യൂ വരും. ഓക്കെ, അപ്പൊ ക്ലോറിൻ വാട്ടറിൽ 0.2 to 0.4 ppm ആയിട്ടുള്ള ക്ലോറിൻ, അക്വസ് ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ സൾഫർ ഡയോക്സൈഡ് വളരെ ലോ ടെമ്പറേച്ചറിൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, മനസ്സിലായില്ലേ? വളരെ ലോ ടെമ്പറേച്ചറിൽ സൾഫർ ഡയോക്സൈഡ് ഇസ് എ ഡിസ്ഇൻഫെക്റ്റന്റ്. അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡ്, നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. ഹോസ്പിറ്റൽ റൂംസിലൊക്കെ ഫോർമാലിൻ, അതാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫോർമാലിന്റെ മണം, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മണം എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആയതുകൊണ്ടാണ് ആ ഒരു സ്മെല്ല് വരുന്നത്. ഫോർമാൽഡിഹൈഡ് ആണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന സംഭവമാണ്. ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയുന്നത് പ്രഗ്നൻസി കുറയ്ക്കാൻ, പ്രഗ്നൻസി ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയാറുണ്ട്. അത് നോർ എത്തിൻട്രൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആണ് അതിലുള്ള, കോമ്പൗണ്ട് ആണ് അതിലുള്ളത്. നോർ എത്തിൻട്രൈനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗിൽ വരുന്നത്. ഓക്കെ, അതേപോലെയാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം. എന്താണ്? എനിക്കിഷ്ടമില്ല, നമ്മളെ ഈ എന്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് നമ്മുടെ ഈ കുപ്പിയിലൊക്കെ വരുന്ന ജ്യൂസ് അല്ലെ, കോക്ക്, പെപ്സി, മിറിൻഡ, ദാറ്റ്സ് നോട്ട് ഓക്കെ. ഐ ഹേറ്റ് ദാറ്റ് തിങ്സ് ബിക്കോസ് ഇറ്റ്സ് I cannot accept that thing. Okay, വെള്ളത്തിന് പകരം വെള്ളം മാത്രം. ഓക്കെ, അപ്പം ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ അറിയാം പഞ്ചസാര അധികം കൂടുകയാണെങ്കിൽ നമ്മുടെ ടൂത്തിന് ഡീക്കെ വരും, മാത്രമല്ല നമ്മുടെ കലാമിൻ ഇഷ്യൂ വരും. അപ്പൊ അങ്ങനെ ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ സാധാരണ ഷുഗർ, ടേബിൾ ഷുഗർ യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഇതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു കോമ്പൗണ്ട് കണ്ടുപിടിക്കുകയാണ് ഷുഗറിന്റെ. പക്ഷെ അതിന് ആക്ച്വലി എന്തില്ല, നമ്മുടെ ഈ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ട് ഷുഗർ ആണ്. അപ്പൊ ഈ ഷുഗർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫ്രൂട്ട് ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ സ്വീറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സാധനമാണ്. ഓക്കെ, അപ്പൊ എന്തിനാന്ന് വെച്ചാല് നമുക്കറിയാം, ഒന്ന് കലോറിയാണ് ഷുഗറിന്റെ പ്രശ്നം. ഓക്കെ, ഇപ്പൊ ഒരു ലഡുവിൽ നമ്മള് മറ്റേ സിനിമയുണ്ടല്ലോ
മറന്നുപോയി, നിവിൻ പോളി തൃശ്ശയൊക്കെ ഉള്ള സിനിമ. അപ്പൊ ആ സിനിമയില് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ലഡുവിൽ ഇത്ര കലോറിയാണ്, ബിക്കോസ് ഓഫ് ഷുഗർ. ഓക്കെ, ഷുഗർ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് കലോറി കൂടും, പിന്നെ മൈദ അതനുസരിച്ച് കലോറി കൂടും. അപ്പം ഈ കലോറി ഇല്ലാത്ത ഷുഗർ സ്വീറ്റനിങ് ഏജൻസ് ആണ് മിക്കതും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാക്കറിൻ. സാക്കറിൻ ആണ് ആക്ച്വലി ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ്. ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് എന്ന് പറയുന്നത് സാക്കറിൻ ആണ്. സാക്കറിൻ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയാം, USA നിങ്ങൾ USA സീരീസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം അവിടെയുള്ള ജോൺ ഹോപ്കിൻ, ഓക്കെ, ജോൺ ഹോപ്കിൻ ആണ് ഈ സാക്കറിൻ എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷുഗറിനെക്കാളും 550 ടൈംസ് സ്വീറ്റ് ആണ്. ഓക്കെ, ഹൗസ് സ്വീറ്റ് അല്ലെ സാക്കറിൻ. ഇനിയിപ്പോ നിങ്ങൾ ഹൗസ് സ്വീറ്റ് എന്ന് പറയണ്ട, സാക്കറിൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതിനേക്കാളൊക്കെ സ്വീറ്റനിങ് ആയിട്ടുള്ള ഏജന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം കണ്ടുപിടിച്ചത് സാക്കറിൻ ആണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ജോൺ ഹോപ്കിൻസ് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1879 ഈ സാക്കറിൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മള് ഈ സാക്കറിൻ എന്ന് പറയുന്നത് സോലുബിൾ അല്ല, മനസ്സിലായോ, വെള്ളത്തിൽ സോലുബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നമ്മള് കാൽഷ്യം സോൾട്സിന്റെ കൂടെ ചേർത്തിട്ടാണ് ഇത് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഏജന്റ് ആണ്, നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഷുഗർ ആണ്. അപ്പൊ അറിയാം, അപ്പൊ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതായത് നമ്മൾ ഏത് ഫോമിലാണോ കഴിക്കുന്ന ആ ഫോമിൽ തന്നെ എക്സ്ക്രീറ്റ് ആവും. അതാണ് ഇതിന്റെ ഒരു ഇഷ്യൂ. യൂറിനിൽ ഈ സാക്കറിന്റെ കണ്ടന്റ് കാണും. അത് എങ്ങനെയാണോ നമ്മൾ കഴിച്ച അതേ കണ്ടന്റ് സാക്കറിൻ അതേപോലെ യൂറിനിൽ വരും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലേ? പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഴ്സൺസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാക്കറിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സാക്കറിനിലെ യഥാർത്ഥം നമ്മുടെ ഷുഗർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഡയബറ്റിക് പേഴ്സൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാക്കറിൻ. നമ്മുടെ ഈ ചില ബിസ്ക്കറ്റ്സ് ഫോർ ഷുഗർ ഫ്രീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ല, അതേപോലെ ഷുഗർ ഫ്രീ ഷുഗർ ഇല്ലേ, അതൊക്കെ ഈ സാക്കറിൻ തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് വേറെ വേറെ ഫോർമാറ്റ് ആണ് കേട്ടോ. ഇനി അസ്പർട്ടൈം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ന്യൂട്രാ സ്വീറ്റ് എന്നറിയപ്പെടുന്നതാണ് അട്രസൻ. അസ്പർട്ടൈം ഓക്കെ, ന്യൂട്രാ സ്വീറ്റ് ശരിക്കും ന്യൂട്രീഷൻ ഒന്നുമില്ല, പക്ഷെ ന്യൂട്രാ സ്വീറ്റ് ആണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാല് ഡൈപെപ്റ്റൈഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഫീനൈൽ അൽനൈൻ aspartic acid. Okay, phenyl alanine aspartic acid ആണ് aspartame. Okay, you have to remember this name or something like that. Aspartic acid നോക്കാനും മതി, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത സാധനമാണ് aspartame. Okay, ഇത് ശരിക്കും പറഞ്ഞാല് കോൾഡ് ഫുഡിൽ മാത്രമേ ആസ്പർട്ടൈം നിൽക്കത്തുള്ളൂ. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ചൂടൊന്നും നിൽക്കുക, ചൂടുള്ള സമയം ഇത് ബ്രേക്ക് ആയി പോകും. അപ്പം കോൾഡ് ആയിട്ടുള്ള ഫുഡ്സിൽ മാത്രം, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിലാണ് യൂസ് ചെയ്യുന്നത്. aspartame is used mainly in soft drinksലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കൂൾ ആയിട്ടിരിക്കുമല്ലോ. അതേപോലെ നമ്മുടെ ഷുഗറിന് എത്ര കലോറി ഉണ്ടോ അത്രയും കലോറി ഈ ആസ്പർട്ടൈമിനുണ്ട്. ഈ ആസ്പർട്ടൈം ആണ് ആക്ച്വലി നമ്മുടെ ഈ കൊക്കോകോള, പെപ്സി, മെറിൻഡയിലൊക്കെ വരുന്നത്. പക്ഷെ ഇത് ഹാർംഫുൾ ആണ് കേട്ടോ. മെയിൻ ആയിട്ട് ഹാർംഫുൾ എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർക്ക് ജനറ്റിക് ഡിസീസ് ആയ ഫീനൈൽ കീറ്റോൺ യൂറിയ, PKU എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ ഫീനൈൽ കീറ്റോൺ യൂറിയ ഉള്ള ആൾക്കാർ ആസ്പർട്ടൈം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഫീനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ടാവുകയും അത് അവർക്ക് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അത് നമ്മുടെ ബ്രെയിനിനെയും മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കുകയും ബ്രെയിൻ ഡിസോർഡർ ഉണ്ടാക്കുകയും മെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ആസ്പർട്ടൈം. ഫീനൈൽ കീറ്റോ യൂറിയ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉള്ള ജനറ്റിക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് വരുത്തുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ആസ്പർട്ടൈമിന്റെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആസ്പർട്ടൈമിന്റെ സഹോദരൻ അലീടൈം. ഓക്കെ, അലീടൈം എന്ന് പറയുന്നത് ആസ്പർട്ടൈമിനെക്കാളും സ്ട്രോങ് ആണ്. നമ്മൾ പറയില്ല രണ്ടാമത്തെ കുട്ടി എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും rather than the older one was. അതുപോലെയാണ് ഈ അലീടൈം. അലീടൈം ഈസ് ലൈക്ക് വെരി വെരി സ്റ്റേബിൾ ആൻഡ് 2000 മടങ്ങ് ആസ്പർട്ടൈമിനെക്കാളും ഷുഗറിനെക്കാളും 2000 മടങ്ങ് സ്വീറ്റ് ആണ് അലീടൈം. ഓക്കെ, ഇത് ഹൈ പൊട്ടൻസി സ്വീറ്റ് ആണ്. ഇത് കഴിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ വരും, മനസ്സിലായല്ലോ. ചില മധുര പലഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ വരില്ല. അപ്പം അതാണ്, എനിക്ക് മധുര പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. എക്സെപ്റ്റ് ജിലേബി, ബാക്കി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഹൈ പൊട്ടൻസി സ്വീറ്റ് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് അലീടൈം ആണ്. അപ്പം ഹൈ പൊട്ടൻസി സ്വീറ്റ് ആണ്. അത് 2000 ആലോചിക്കുക, ഷുഗറിനെക്കാളും 2000 മടങ്ങ് മധുരമുള്ള ഒരു സാധനമാണ് ഈ അലീടൈം. ഓക്കെ, ഇത് ഹാർഡ് ടെമ്പറേച്ചറിലും നിൽക്കും, അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കും. അതായത് നമുക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, അങ്ങനെ പല സാധനങ്ങൾക്കും ഈ അലീടൈം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് സുക്രാലോസ്. ആ പേര് തന്നെ ഉണ്ട്, നമ്മുടെ നാച്ചുറൽ കെയിൻ ഷുഗറിന്റെ അതേ ടേസ്റ്റും അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ 600 ടൈംസ് സ്വീറ്റർ ആണ്. 600 ടൈംസ് സ്വീറ്റർ ആണ്. ഓക്കെ,
ഇത് സ്റ്റേബിൾ ആണ്, ഇതും സ്റ്റേബിൾ ആണ്. അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ളത് അലിറ്റൈമും സുക്രാലോസും ആണ് കുറെ കൂടി സ്റ്റേബിൾ. പക്ഷെ അസ്പർട്ടൈം എന്ന് പറയുന്നത് കോൾഡ് ഡ്രിങ്ക്സിൽ, അതായത് കോൾഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് ഹയർ ടെമ്പറേച്ചറിൽ ബേക്ക് എങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വേറെ കോമ്പൗണ്ട് ആയിട്ട് അത് പോയിസൺ ആയിട്ട് മാറും. ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്ലോണേറ്റ് ആണ്. സൈക്ലോണേറ്റ് അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു സ്വീറ്റനിങ് ഏജ് ആണ് സൈക്ലോണേറ്റ്. N-cyclohexyl sulfate. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ കാണിക്കുന്ന സാധനം കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും. ഞാൻ പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻ തെറ്റുവാണെങ്കിലും ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ ഇടാറുള്ളൂ. ഓക്കെ, ഇനി നമ്മളിപ്പോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു. ഇനി കുറച്ച് ഫുഡ് പ്രിസർവേറ്റീവ്സ് അല്ലെ. ഞാൻ നമ്മുടെ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്ച്വലി അവരുടെ ആ സമയത്ത് അവരുടെ മീറ്റ് പ്രിസർവ് ചെയ്യാനായിട്ട് നല്ല നല്ല പ്രിസർവേറ്റീവ്സ് ഇല്ലായിരുന്നു. അപ്പോ അങ്ങനെയാണ് ആക്ച്വലി അവർ സ്പൈസസ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ ഈ സ്പൈസസ് തേടി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. പയ്യെ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിലെ മോണോപ്പൊളി പിടിച്ചെടുത്തു, ഇന്ത്യനെയും പിടിച്ചെടുത്തു. നമ്മുടെ ജനങ്ങളെ ഇത്ര വർഷക്കാലം എന്ത് ചെയ്തു, ഫ്രീഡം ഇല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു. ഓക്കെ, അപ്പം അതിനൊക്കെ കാരണം ഈ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. ഫുഡ് പ്രിസർവേറ്റീവ്സ് നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്? ഷുഗർ, ടേബിൾ സോൾട്ട്, വിനീഗർ, പിന്നെ ഏതൊക്കെയാണ്? സിട്രിക് ആസിഡ്, അതുപോലെ തന്നെ സ്പൈസസ്, വെജിറ്റബിൾ ഓയിൽ, ഇതൊക്കെ ആക്ച്വലി ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. ഇനി നിങ്ങൾ അറിയിക്കുന്നത് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫുഡ് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. സോഡിയം ബെൻസോയേറ്റ്. ഓക്കെ, സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹിപ്യൂരിക് ആസിഡ്, നമ്മുടെ യൂറിന്റെ അതേ കോമ്പൗണ്ട്, യൂറിന്റെ അതേ കോമ്പൗണ്ട് ആണ് ഹിപ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഹിപ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് സെയിം സാധനമാണ് ഈ സോഡിയം ബെൻസോയേറ്റ്. ഇത് നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. ഓക്കെ, ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ ഓക്സിജൻ കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡ് വെളി വെച്ചിരുന്നാൽ എന്ത് പറ്റും? ഓക്സിജൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പം അത് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ BHT ആണ്, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ. BHT. അതേപോലെ വേറൊരു സാധനമുണ്ട് BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. ഓക്കെ, അനിസോൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അനി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയെങ്കിൽ അനിസോൾ. ഓക്കെ, അനിസോൾ. സോൾ എന്ന് വെച്ചാൽ എന്താ? ചപ്പലിന്റെ സാധനമുള്ള സാധനം. ഓക്കെ, അപ്പം ഹൈഡ്രോക്സി ടൊളുവിനും പിന്നെ അനിസോളും. ഓക്കെ, അപ്പം ടൊളുവിനും അനിസോളും കമ്പനിയാണ്, ഒരുമിച്ചാണ്. അവർ ആന്റി ഓക്സിഡന്റ്സ് ആണെന്ന് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ ചില ക്രീമിന്റെ പരസ്യം കാണാൻ പറയില്ല ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഓക്കെ, ഇതൊക്കെ ചുമ്മാണ് കേട്ടോ. ഓക്കെ, ഡിറ്റർജൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, സോപ്പും നോൺ സോപ്പിയും. ഡിറ്റർജൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട് ആണ്. ഹൈ ഫാറ്റി ആസിഡ് ആണ്. ഈ ഹൈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് 15 മുതൽ 20 കാർബൺ ആറ്റംസ് വരുന്നതാണ് ഈ എന്താ പറയാ നമ്മുടെ ഹൈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. പിന്നെന്താണ്, നല്ലോണം വെള്ളം കുടിക്കുക, അനാവശ്യമായ അഴുക്ക് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കാം. ബി ഹെൽത്തി ആൻഡ് ഹാവ് ഹെൽത്തി ഡിസ്കഷൻ വിത്ത് പീപ്പിൾ. അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക. സ്റ്റേ സ്ട്രോങ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഇപ്പൊ റാങ്ക് ഫെയറിന്റെ പറയുകയാണ്. അതായത് ഇന്ന റാങ്ക് ഫെയർ വാങ്ങണോ, അത് വാങ്ങണോ, ഇത് വാങ്ങണോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് പീപ്പിൾ ആർ ആക്ച്വലി realizing the fact that it is not the rank field which makes them into the rank list. It is them. Okay, നമ്മൾ തന്നെയാണ്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് that is actually inside you. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എന്താണോ അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. Find it. Thank you so much and see you next class with another session and bye-bye.